Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഹോട്ട് മിൽക്ക് കേക്ക്, അതായത് നല്ല സോഫ്റ്റും നല്ല ഫ്ലഫിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. ഈവനിങ് ടീയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വെക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 1 നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 തവണ ഇതിങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ ഞാനിതൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ അവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ എഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് അലിഞ്ഞ് ചേർന്നോളും. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ എഗ്ഗൊക്കെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ അരിച്ച് വെച്ചിരുന്നല്ലോ, അതൊക്കെ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. ബിഗിനേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഗ്ഗിലേക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററി കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പാലൊക്കെ ചേർത്ത് കൊടുക്കണം. പാൽ അതിനായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത്. ഹോട്ട് മിൽക്ക് കേക്കാണല്ലോ, അപ്പം പാല് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ കേക്കിൽ നമ്മൾ തണുത്ത റൂം ടെമ്പറേച്ചറിലുള്ള പാലാണല്ലോ ചേർത്ത് കൊടുക്കാറ്. ഇതങ്ങനെയല്ല, ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലും ഒരു 7 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടാകുന്നത് വരെ പാല് ചൂടാക്കിയാൽ മതി, തിളക്കണം എന്നൊന്നുമില്ല. ഇനി ഈ പാല് ചൂടോട് കൂടി തന്നെ ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഒരു സ്പാച്ചിൽ വെച്ചൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ ബീറ്റർ ഉപയോഗിക്കുമ്പോൾ പാലൊക്കെ പുറത്ത് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് സ്പാച്ചുല കൊണ്ട് ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ബാറ്ററി ശരിക്കും ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ 7 ഇഞ്ചിൻ്റെ ടിന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഇനി ഇതൊരു 170 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 25 മിനിറ്റ്സ് കൊണ്ട് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒരു സ്ക്യൂർ കൊണ്ടൊന്ന് കുത്തി നോക്കാം. അത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കേക്കിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെയാണ്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
കേക്ക് കട്ട് ചെയ്തപ്പോൾ ഇത് എങ്ങനെയാണുള്ളത്, നല്ല അടിപൊളി കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.